ഈ ആൾക്കാർ പറഞ്ഞൊക്കെ വെറുതെയാണ്. നല്ല സിനിമയാണ്. ആൾക്കാർ ഇവിടെ നിങ്ങളെ പോലെ ഉള്ളവരല്ലേ ഓരോന്ന് എടുത്തിടുന്നത്. പക്ഷെ അടിപൊളി സിനിമയാണ്, ഒരിക്കൽ കൂടെ കാണണമെന്നുണ്ട്. കൊള്ളാം. ഞങ്ങളൊക്കെ ഏജ് ഉള്ളവരാണ്, ഒരു 40-45 വയസ്സായ ആൾക്കാരാണ്. ഞങ്ങൾ ഈ ന്യൂജൻ പിള്ളേർ പറയുന്നതോ അതൊന്നുമല്ല. പക്ഷെ ഒരു സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു ചാൻസ് കൂടെ കിട്ടിയാൽ ഇനിയും കാണും. ക്വാളിറ്റിയുള്ള സിനിമ. നല്ല പടമാണ്. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നൊക്കെ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു? അതൊക്കെ ഫുൾഫിൽ ആയോ കണ്ടപ്പോൾ? അത് രണ്ടും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ലൂസിഫറിലെ ആ സെൻട്രൽ ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്ത് കാണിക്കണമല്ലോ, അപ്പോൾ സ്കെയിലപ്പ് ചെയ്താണ് ഈ മൂവി കാണിച്ചേക്കുന്നത്. പക്ഷെ പേഴ്സണലി എനിക്ക് ലൂസിഫറാണ് കുറച്ചും കൂടെ. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു ഓഡിയൻസിൻ്റെ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എപ്പോഴും ഫുൾ ഹൈ മൊമെൻറ്റ്സ് മാത്രമുള്ളൊരു മൂവി അല്ല ഇത്. ഇതിൻ്റെതായ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പടമാണ്. എനിക്ക് ഐ ഡോണ്ട് നോ, ഈ BGMൻ്റെ ഇഷ്യൂ കുറേ പേര് പറഞ്ഞു കേട്ടു. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ തോന്നിയില്ല. സ്ക്രിപ്റ്റ് ചിലയിടത്ത് ബെറ്റർ ആവാമായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. മഞ്ജു വാര്യർ നല്ല ഫിലിമായിരുന്നു. നല്ല ഫിലിമായിരുന്നു. അല്ല, ലൂസിഫർ ശരിക്കും വേറൊരു തീമായിരുന്നു. എമ്പുരാൻ ശരിക്കും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന റൂമേഴ്സ് പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. വളരെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ കണ്ട്, അങ്ങനെ ഒന്നുമില്ല, അത് വെറുതെ പറയുന്നതാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ശരിക്കും നമ്മുടെ മലയാള സിനിമേനെ വേറൊരു ലെവലിലോട്ട് കൊണ്ടുവന്നൊരു പടമാണ്. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് ഇപ്പോൾ ലാലേട്ടനായിക്കോട്ടെ, മഞ്ജു വാര്യർ ആയിക്കോട്ടെ, പൃഥ്വിരാജ് ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സലൻ്റ്, ഒന്നും പറയാനില്ല, അടിപൊളി. ഇപ്പോൾ നമ്മുടെ ലൂസിഫർ എന്ന് പറഞ്ഞ പടത്തിനേക്കാൾ എന്തുകൊണ്ടും വളരെ ബെറ്റർ എന്നല്ല, അതിൽ തന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു അടിപൊളി ഒരു ടാലൻറ്റ് നമ്മൾ കണ്ടതാണ്. അതൊന്നും വീണ്ടും കുറേ കൂടെ എക്സ്ട്രീം ലെവലിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. 100% ഷുവർ. നല്ലത്. ലേഡീസിന് തീർച്ചയായിട്ടും മഞ്ജു വാര്യരുടെ ക്യാരക്ടറാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതെ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. നന്നായിട്ടുണ്ട്. മോഹൻലാലിന് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? കൊള്ളാം. ആരും ഇഷ്ടമായി? മോഹൻലാലിന് ഇഷ്ടമായോ? കൊള്ളായിരുന്നോ? ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നോ? അടിപൊളി സിനിമയാണ് കേട്ടോ. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടെ ചാൻസ് കിട്ടി ഞാൻ ഒരിക്കൽ കൂടെ കാണും. ഞങ്ങൾക്ക് കട്ട മോഹൻലാൽ ഫാനാണ്. അതിന് 100% നീതി പുലർത്തി. നല്ല സിനിമ. മഞ്ജു വാര്യർ അടിപൊളി കേട്ടോ. അവർ മുതലാക്കി ഈ സിനിമ മുതലാക്കിയത് അവരാണ്. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. കാരണം നമ്മൾ വിചാരിക്കാത്ത ഒരു രീതിയിൽ, സാധാരണ ആൾക്കാരുടെ ഡയറക്ടർ പോലല്ല, ഭയങ്കര നല്ല